പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സം ബേസിക് കൺസെപ്റ്റിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആറ്റമും അതുപോലെ തന്നെ മോളിക്യൂൾസിനെ പറ്റിയാണ്. ആദ്യം എന്താണ് ആറ്റം? നമ്മളൊരു അയേൺ റോഡ് എടുക്കും. ഇതിലിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം അയേണാണെന്ന് വിചാരിക്കും. ഈ അയേണിൻ റോഡിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏതാണ്? ആറ്റമാണ്. എന്താണ്? ആറ്റം. പക്ഷെ നമ്മൾ വാട്ടർ അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ NaCl ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആരായിരിക്കും? മോളിക്യൂൾസ് ആണ്. ആരാണ്? മോളിക്യൂൾസ് ആണ്. അപ്പോൾ നോക്കൂ, ആറ്റങ്ങൾക്ക് ആ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. അപ്പം അയേണിൻ്റെ ആറ്റം ആണെങ്കിൽ അയേണിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പിന്നെയോ മോളിക്യൂൾസിന് ആരുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാകുക? സബ്സ്റ്റൻസിന്. ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആരുടെ പ്രോപ്പർട്ടി ഉണ്ടാകുക? വാട്ടറിൻ്റെ H2യുടെ പ്രോപ്പർട്ടി തന്നെയാണ് ഉണ്ടാവുക. ഈ ടൈപ്പ് ഓഫ് മോളിക്യൂൾ നോക്കൂ നിങ്ങൾ. ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ആൻഡ് ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ്. ഒരു മോളിക്യൂളിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടായിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഓക്സിജൻ മോളിക്യൂൾ. ഇതിൻ്റെ അകത്തും ആരേ ഉള്ളൂ? ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. നൈട്രജനും തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടാണ് ആരുണ്ടാവുന്നത്? നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓസോൺ, O3 എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഹോമോന്യൂക്ലിയർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഹെട്രോ ന്യൂക്ലിയർ എന്ന് പറയുന്ന സമയത്ത് ആ മോളിക്യൂളിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ആറ്റം ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ ഹൈഡ്രജനും ആരുമുണ്ട്? ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഹെട്രോ, ഡിഫറെൻറ്റ് ടൈപ്പാണ് അല്ലേ. ഇപ്പോൾ നോക്കൂ, C6H12O6 ഇത് ഗ്ലൂക്കോസ് ആണ്. ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ. ഇതൊക്കെ ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ് ആണ്. അപ്പം ഇനി ഇവരെ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മോണോ അറ്റോമിക്, ഡയാറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. ഒരു ആറ്റങ്ങൾ മാത്രമുള്ള. അപ്പോൾ ഹീലിയം മോണോ അറ്റോമിക് ആണ്. നിയോൺ മോണോ അറ്റം, ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഹൈഡ്രജൻ എക്സിസ്റ്റ് എങ്ങനെയാണ്? ഹൈഡ്രജനും തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കി ഇങ്ങനെ H2 ആയിട്ടാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുക. ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാകുക? O2 ആയിട്ടാണ്. ഇവരൊക്കെ ഡയാറ്റോമിക് ആണ്. പോളി അറ്റോമിക് എന്ന് പറയുമ്പോൾ മൂന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്താ വിളിക്കുക? പോളി അറ്റോമിക്. ഓസോൺ ആണ്. അതുപോലെ തന്നെ ആരാണ്? ഫോസ്ഫറസ് എന്തായിട്ടാണ്? P4. ആരാണ്? P4. 4 എണ്ണം ഉണ്ട് അല്ലേ. സൾഫർ S8 ആണ്. ഇവരൊക്കെ എന്താണ്? പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പം നമ്മൾ ആറ്റങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ആര് പറഞ്ഞു? മോളിക്യൂൾസ് പറഞ്ഞു. ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് പറഞ്ഞു, ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ് പറഞ്ഞു, മോണോ അറ്റോമിക് ഉണ്ട്, ഡയാറ്റോമിക്, അതുപോലെ തന്നെ ആരാണ്? പോളി അറ്റോമിക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗം അറ്റോമിക് മാസ് ആണ്. അപ്പം നമുക്കറിയാം ഒരു ആറ്റത്തിന്, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ വേണ്ടി പറ്റുമോ? നേക്കഡ് ആയി കൊണ്ട് കാണാൻ വേണ്ടി പറ്റുന്ന സാധനമല്ല ആറ്റങ്ങൾ. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ചെറിയ, അപ്പോൾ നമ്മളൊരു കടയിൽ പോയി തക്കാളി വാങ്ങുന്ന സമയത്ത് ഓരോ തക്കാളിക്ക് ഓരോ മാസമായിരിക്കും. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാം തക്കാളി വാങ്ങണമെങ്കിൽ 1 കിലോ തക്കാളി എങ്ങനെയാണ് വാങ്ങുക? ഒരു 10 തക്കാളി എടുത്താൽ 1 കിലോഗ്രാം ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെയല്ല നമ്മൾ എടുക്കുക. അതിനെ വേറൊരു മാസവുമായി നമ്മൾ റിലേറ്റ് ചെയ്യുകയാണ് അല്ലേ. നമ്മളെ ഒരു ബാലൻസിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് 1 കിലോഗ്രാമിൻ്റെ ഒരു കല്ല് വെക്കും. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ആരെ വെക്കും? തക്കാളി വെക്കും അല്ലേ. ഇത് തമ്മിൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമ്മൾ പറയും തക്കാളിയുടെ വെയിറ്റ് എന്താണ്? 1 കിലോഗ്രാം ആയി. അപ്പോൾ നമ്മൾ എടുക്കും. അപ്പോൾ ഇങ്ങനെ റിലേറ്റ് വെയിറ്റിൻ്റെ ഒരു കല്ലുണ്ടാവും കടയിലൊക്കെ, അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പം അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിലേറ്റീവ് അറ്റോമിക് മാസാണ്. ഈ അറ്റോമിക് മാസായി മോളിക്യൂൾ മാസമൊക്കെ എന്താണ്? റിലേറ്റീവാണ്. ആദ്യകാലത്ത് ഹൈഡ്രജൻ്റെ മാസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരുന്നത്.
പിന്നെ ഓക്സിജനായി, ഇടക്കാലത്ത് ഓക്സിജന്റെ മാസുമായി റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ആരാണ് കാർബൺ 12ന്റെ മാസുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ atomic mass is a number. Atomic mass number ആണ് which express how many times the mass of an atom of an element is greater than 1/12 the mass of carbon 12. 1/12 the mass of carbon 12 ഒരു നമ്പർ ആണ്. അതിനേക്കാളും എത്ര ടൈംസ് ഗ്രേറ്റർ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് ഓഫ് വൺ ആറ്റം ഓഫ് എലമെന്റ് ഡിവൈഡ് ബൈ 1/12 ആണ് 12th മാസ് ഓഫ് കാർബൺ 12. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറഞ്ഞാൽ എന്താ 1/12 മാസ് ഓഫ് കാർബൺ 12. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ 1U യൂണിഫൈഡ് മാസ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളൊരു കാർബൺ ആറ്റമാണ്, ഇതിൻ്റെ മാസ് നമ്മൾ 12 കഷ്ണമാക്കണം. ഇതിപ്പോൾ എത്രയായി? 4 ആയിട്ടുള്ളൂ. ഇതിപ്പോൾ എത്രയായിട്ടുണ്ടാവും? 8 കഷ്ണമായിട്ടുണ്ടാവും. ഇതിപ്പം 9 കഷ്ണമായിട്ടുണ്ടാവും, 10 കഷ്ണമായിട്ടുണ്ടാവും, 11 കഷ്ണമായിട്ടുണ്ടാവും, 12 കഷ്ണമായിട്ടും ഈക്വൽ കഷ്ണങ്ങളാണെന്ന് വിചാരിക്കും. അപ്പം കാർബണിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ് എന്തായിരിക്കും? കാർബൺ 12ൻ്റെ മാസിൻ്റെ എന്താണ്? 1/12 അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുന്നു, ഒരു സൈഡിൽ ഒരു ഹൈഡ്രജൻ എടുക്കുന്നു. അപ്പോൾ അവരുടെ മാസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ കഷ്ണം നമ്മൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ ഓക്സിജൻ്റെ മാസ് എടുക്കുന്ന സമയത്ത് 16U എന്ന് പറയും. എത്രയാണ്? 16U. അപ്പം എത്ര വേണം? ഇങ്ങനത്തെ ഒരു കാർബണും അതിൻ്റെ കൂടെ എത്ര പീസും കൂടി വേണം? 4 പീസും കൂടി എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 60. ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് പറയുക? അറ്റോമിക് മാസ് പറയുക. അപ്പം കാർബൺ 12വുമായിട്ട് കാർബൺ 12ൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്പർ വിച്ച് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് മാസ് ഓഫ് an atom of an element is greater than 1/12 the mass of carbon 12. അപ്പോൾ 1 atomic mass unit എന്താണ് വരിക നമുക്ക് നോക്കാം. 1 AMU is equal to 1 atomic mass unit is equal to 1/12 the mass of carbon 12 ആണ്. 1/12 into mass of 1 carbon 12 atom. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? Mass of 1 carbon 12 atom is equal to mass of 1 carbon 12 atom is equal to, നമുക്കറിയാം കാർബൺ 12 ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് 12U എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ ആറ്റങ്ങളുടെ മാസാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ കാർബൺ 12 മാസത്തിൽ 12 ഡിവൈഡഡ് ബൈ 6.022 into 10⁻23 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 1 AMU എത്രയാണ് വരിക? 1 AMU is equal to 1/12 into 12 divided by 6.022 into 10⁻23. ഇത് എത്രയാണ് വരിക? ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 12ഉം 12ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1/6.022 into 10⁻23 വരും. ഇത് സോൾവ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 1.6605 into 10⁻⁻24 കിട്ടും. ഇതാണ് എന്ത്? 1 AMU എന്ന് പറയുന്നത്, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു AMU റീപ്ലേസ്ഡ് ബൈ ആരാണ്? U ആണ്. U ആണ് യൂണിഫൈഡ് മാസ്. അപ്പം ഓക്സിജന്റെ മാസ് 16 AMU എന്ന് പറയുന്നതിന് പകരം എന്തുണ്ടാവും? 16U എന്ന് കാണാം. ഹൈഡ്രജന്റെ മാസ് 1 AMU എന്ന് പറയുന്നതിന് പകരം എന്ത് കാണാം? 1U. ഇനി അങ്ങനെ എല്ലാ ആറ്റങ്ങളുടെയും എന്തുണ്ടാവും? യൂണിഫൈഡ് മാസിലാണ് പറയുന്നുണ്ടാവും. അപ്പം ആവറേജ് അറ്റോമിക് മാസ് ആണ്. ആവറേജ് അറ്റോമിക് മാസ് എന്താണ് നോക്കാം നമുക്ക്. ആവറേജ് അറ്റോമിക് മാസ് ഓക്കെ എന്താണ്? ഐസോടോപ്പുകൾ ഉണ്ട്. എലമെന്റുകൾക്ക് എന്തുണ്ടാവും? ഐസോടോപ്പ് ഉണ്ടാണ്. ഐസോടോപ്പുകൾ നോക്കാം. സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പം അവരുടെ അറ്റോമിക് മാസ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് ആണ് എടുക്കുക. അപ്പം നോക്കൂ, ക്ലോറിൻ 35 ഉണ്ട്, ക്ലോറിൻ 37 അറ്റോമിക് മാസും 2 അറ്റോമിക് മാസുകളുണ്ട്. അപ്പോൾ ഇവരുടെ അവരുടെ റേഷ്യോ
3:1 ആണ്. അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന റേഷ്യോ 3:1 എന്ന് പറഞ്ഞാൽ 4 എണ്ണം എടുക്കുകയാണെങ്കിൽ 3 എണ്ണം 35 ആയിരിക്കും, ഒരെണ്ണം ആരായിരിക്കും 37 ആയിരിക്കും. അവിടെ അറ്റോമിക് മാസ് എങ്ങനെയാണ് കാണുക? 3 into 35 plus 1 into 37 ഡിവൈഡഡ് ബൈ ആരാ വരിക? 4. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 3 into 35 എത്ര കിട്ടും? 105 പ്ലസ് എത്രയാണ്? 37 ഡിവൈഡഡ് ബൈ 4. 105 പ്ലസ് 37 എത്രയാണ് കിട്ടുക? 142 ഡിവൈഡഡ് ബൈ 4. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 35.5 U ആണ് കിട്ടുക. ഇതാണ് ആവറേജ് അറ്റോമിക് മാസ്. അപ്പോൾ അവരുടെ റിലേറ്റീവ് അബണ്ടൻസ്, അതായത് 3:1 എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ എത്രയാണ്? 75% ആണ് അവൻ്റെ റിലേറ്റീവ് അബണ്ടൻസ്. ക്ലോറിൻ 35 എത്രയാണ്? 25. ഇതാണ് അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് അടുക്കാം. നിയോൺ ഹാസ് 3 നാച്ചുറലി ഒക്കറിംഗ് ഐസോടോപ്സ്. ഐസോടോപ്പിക് മാസ് ആൻഡ് റിലേറ്റീവ് അബണ്ടൻസ് എത്രയാണ്? അറ്റോമിക് മാസ് 20 ഉള്ള നിയോണ് 90.51% ഉണ്ട്. അറ്റോമിക് മാസ് 21 ഉള്ളത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 0.28% ഉണ്ട്. 22 ഉള്ള ആൾ എത്ര ഉണ്ട്? 9.21% ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിയോണിൻ്റെ എന്ത് കിട്ടും? ആവറേജ് അറ്റോമിക് മാസ് നമുക്ക് കിട്ടും. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ ടോട്ടൽ പെർസെൻറ്റേജ് എത്രയാണ്? നോക്കൂ, 100 ആണ്. എത്രയാണ്? 100% ആണ്. അപ്പം നമ്മൾ നേരത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ നമ്മൾ റേഷ്യോ എടുത്താണ്. അപ്പം ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ കാണാൻ പോകുന്നത് ആരതാ കാണുന്നത്? നിയോണിൻ്റെതാണ് നമ്മൾ കാണാൻ പോകുന്നത്. 20 into അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് എത്രയാണ്? 90.51 പ്ലസ് 21 into 0.28 പ്ലസ് 22 into 9.21 ഡിവൈഡഡ് ബൈ എത്രയാണ് വരിക? 100 ആണ് വരിക. ഇതുകൊണ്ട് നമുക്ക് ഓരോ ബ്രാക്കറ്റിൽ കൊടുക്കാം. ബ്രാക്കറ്റിൽ നമുക്കിത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ആരുടെ മാസ് വരിക? നിയോണിൻ്റെ അറ്റോമിക് മാസ് വരിക. ഏകദേശം 20.187 കിട്ടും. ഇതാണ് ആരുടെ ആവറേജ് അറ്റോമിക് മാസ് വരിക? നിയോണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് വരിക. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തതെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് കോപ്പർ ഈസ് 63.5. Exist as 2 isotopes, copper 63 and copper 65. Calculate the percentage composition. നമ്മൾ കോപ്പർ 63യുടെ പെർസെൻറ്റേജ് എക്സ് ആയിട്ട് എടുക്കുക. കോപ്പർ 65 അപ്പോൾ എത്ര കിട്ടുക? 100 മൈനസ് എക്സ് കിട്ടും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവറേജ് അറ്റോമിക് മാസ് 63.5 is equal to 63 into x plus 65 into 100 minus x divided by 100. 100 ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6350 equal to 63x plus 6500 മൈനസ് 65x കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6350 is equal to 6500 മൈനസ് 2x കിട്ടും. 63x മൈനസ് 65x. ഓക്കെ, 2x ഈക്വൽ ടു ഈ മൈനസ് 2x ഇപ്പുറത്തേക്ക് വന്നു. 2x ഈക്വൽ ടു 6500 മൈനസ് 6350 ഈക്വൽ ടു ഇതിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടുക? 150 കിട്ടും. എത്ര കിട്ടുക? 150. എക്സ് ഈക്വൽ ടു 150 by 2 ഈക്വൽ ടു 75. ഇപ്പം കോപ്പർ 63യുടെ പെർസെൻറ്റേജ് എത്രയാണുള്ളത്? 75% ആണ്. കോപ്പർ 65 ഈക്വൽ എത്ര കിട്ടുക? 100 മൈനസ് എക്സ് 75 ഈക്വൽ എത്ര കിട്ടും? 25% കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത മോളിക്കുലർ മാസ് ആണ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെ സമ്മാണ്. ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ സമ്മാണ്. അപ്പം നോക്കൂ നിങ്ങൾ, CH4 ഇതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ മാസ് 12 ആണ്. പ്ലസ്
ഹൈഡ്രജന്റെ മാസ് 1 ആണ്. 4 into 1 is equal to എത്ര ഉണ്ടാകുക? 12 plus 4 is equal to 16. 3 ആണ് 16. H2O ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ആണ്. 2 into 1 plus ഓക്സിജൻ എത്രയാണ്? 16 is equal to 18 U ആണ്. അപ്പോൾ നോക്കൂ, ഗ്ലൂക്കോസ് C6 H12O6 equal to 6 into 12 plus 12 ഹൈഡ്രജൻ എത്രയാണ്? 1 plus ഓക്സിജൻ എത്രയാണ്? 16. 6 into 16 ഇത് എത്രയാണ് കിട്ടുക? 6 into 12 72 plus 12 into 1 12 plus 6 into 16 എത്രയാണ് കിട്ടുക? 96. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180U. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. അറ്റോമിക് മാസുകൾ ആഡ് ചെയ്തിട്ടാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് മോളിക്കുലാർ മാസിനെ എങ്ങനെ പറയാം? 1/12 കമ്പയർ ചെയ്ത് വരിക. എങ്ങനെയാ പറയുക? മോളിക്കുലാർ മാസ് ഈക്വൽ ടു എന്താണ് വരിക? മാസ് ഓഫ് 1 മോളിക്യൂൾ ഡിവൈഡ് ബൈ എന്താ വരിക? 1/12 മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ഒരു മോളിക്യൂളിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 1/12 മാസ് ഓഫ് കാർബൺ 12. ഇങ്ങനെ പറയാം. അപ്പോൾ അടുത്ത് നോക്കൂ, ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് ഗ്രാമിൽ പറയുന്നു. അതാർക്ക് ഈക്വൽ ആയിട്ട് വരിക? റിലേറ്റീവ് മോളിക്കുലാർ മാസിന് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ എന്ത് വരും? ഇപ്പോൾ 12U എന്ന് പറയുന്നത് 12 ഗ്രാമിന് ഈക്വൽ ആയിട്ട് വരിക. അതാണ് എന്ത്? ഗ്രാം മോളിക്കുലാർ മാസ്. നോക്കൂ അടുത്തത് ഫോർമുല മാസ്. അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസിലാണ് നമ്മൾ ഫോർമുല മാസ് പറയും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം മീഥൈൻ എന്ന് പറയുന്ന CH4 ഒരു മോളിക്യൂൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ഇവരൊക്കെ ഫോർമുല 1:1 റേഷ്യോ 1:2 റേഷ്യോയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രിസ്റ്റൽ ലാറ്റിസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. Na+Cl- ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. 3 dimensional സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഒരു മോളിക്യൂളിന് എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പം അവിടെ എന്താണ് ഒരു ഫോർമുല 1:1. അപ്പം Na+ഉം Cl-ഉം. അപ്പോൾ ഇവിടെ മാസ് എടുക്കുന്ന സമയത്ത് സോഡിയത്തിൻ്റെ മാസ് 23 പ്ലസ് 35.5 ആണ് ക്ലോറിൻ്റെ മാസ്. ഇങ്ങനെ എടുക്കും. ഇത് എത്രയാണ് കിട്ടുക? 58.5U. ഇങ്ങനെ വരുന്ന മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർമുല മാസ് എന്ന് പറയും. കാൽസ്യം ക്ലോറൈഡ് ആണ്. കാൽസ്യത്തിൻ്റെ 40 പ്ലസ് 2 into 35.5. ഇത് എത്രയാണോ കിട്ടുന്നത് അത്രയും അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് വരിക. അപ്പം ഇത് ഇതിൻ്റെ റേഷ്യോയിലനുസരിച്ചാണ്. ഒരു മോളിക്യൂളിന് എടുത്തല്ല, നമ്മൾ ഇതിൻ്റെ Na+ഉം കാറ്റിയോണും ആനിയോണും തമ്മിലുള്ള റേഷ്യോനനുസരിച്ച് മാസ് കണ്ടുപിടിക്കുന്നതാണ് ഫോർമുല മാസ്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് മോൾ കൺസെപ്റ്റ്. നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ അറിയാം. നമുക്ക് എന്താണ് ഒരു മോൾ എന്ന് നോക്കുക. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ഒരു ഡസൻ ഗ്ലാസ് ആണ് 12 എണ്ണം. അപ്പം ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 6.022 into 10⁻23 എണ്ണമാണ്. അപ്പോൾ ഒരു മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ. ഇനി നമ്മളെന്ത് വിളിക്കുക? അവഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു മോൾ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് തക്കാളി വേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് എന്താണ്? മോൾ. അപ്പോൾ നമ്മൾ പറയും അറ്റോമിക് മാസ് കാർബണിൻ്റെ 12 ആണെന്ന് പറയുന്ന സമയത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് 6.022 into 10⁻23 എന്താണ്? കാർബൺ 12നെ എടുത്ത് തൂക്കിയാൽ അതിൻ്റെ മാസ് എത്രയാണ്? 12U ആയിരിക്കും. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു മോൾ വാട്ടർ 1 മോൾ എന്താണ്? H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6.022 into 10⁻23 ആരുണ്ടാവും? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. Na അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു മോൾ ഇതാണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 മോൾ. നോക്കൂ, ഒരു മോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ ഓക്സിജൻ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. 1 മോൾ
ഹൈഡ്രജൻ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്? 22.4 ലിറ്റർ തന്നെയാണ്. ഇതാണ് എന്ത് പറയുന്നത്? മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, അപ്പം 1 മോൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? അവഗാഡ്രോ നമ്പർ ആണ്. വോളിയത്ത് പറയുകയാണെങ്കിൽ 22.4 ലിറ്റർ ആണ്. ഓക്കെ, മോളാർ മാസ്. 1 മോൾ സബ്സ്റ്റൻസിന്റെ മാസ് ഗ്രാം പറയുന്നതാണ് എന്ത്? മോളാർ മാസ്. നേരത്തെ പറഞ്ഞു അല്ലെ, ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ അത് ആർക്ക് ഈക്വൽ ആണ്? യൂണിഫൈഡ് മാസിന് ഈക്വൽ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് മോള്, ഒരു മോളിന് എങ്ങനെയൊക്കെ പറയാം? 22.4 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 6.022 into 10⁻23 ആരാണ്? പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ആറ്റം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഗ്രാം മോൾ. എന്താണ്? ഗ്രാം മോൾ. അല്ലെങ്കിൽ എന്ത് പറയാ? ഗ്രാം ആറ്റം. അപ്പം ഗ്രാം മോൾ എന്നും ഗ്രാം ആറ്റം എന്ന് കേൾക്കണ്ട. എന്താ ഗ്രാം മോൾ? നമ്പർ ഓഫ് മോൾ ആണ് അല്ലെ? നമ്പർ ഓഫ് ഗ്രാം മോൾ കേട്ടിട്ടുണ്ടാവല്ലോ. നമ്പർ ഓഫ് ഗ്രാം മോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഇൻ എന്താണ്? ഗ്രാം. വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ എന്താണ് വരിക? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GMM, ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നോക്കൂ. നിങ്ങളോട് പറയാണ് 32 ഗ്രാം ഓഫ് ഓക്സിജൻ നിങ്ങൾ തന്നിട്ട് ചോദിക്കുകയാണ്, ഇറ്റ് ഈസ് ഡാഷ് മോൾ, ഇത് എത്ര മോൾ ആണ് എന്ന് ചോദിക്കുന്നു. ഇറ്റ് ഈസ് ഡാഷ് മോൾ. അപ്പം നമ്മൾ എങ്ങനെയാ കാണുക? നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം മോൾ ഇസ് ഈക്വൽ ടു എത്ര വരിക? തന്നിരിക്കുന്ന വെയിറ്റ് 32, ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാ? 32, ഈക്വൽ എത്ര കിട്ടുക? 1 മോൾ. അതാണ് ഗ്രാം മോൾ. ഗ്രാം ആറ്റം എന്താണ്? വെയിറ്റ് ഇൻ ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു, ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു ഗ്രാമിൽ തന്നിരിക്കുന്ന വെയിറ്റ് ഡിവൈഡ് ബൈ എന്താണ്? അറ്റോമിക് വെയിറ്റ് ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ഈസ് ഡാഷ് എന്താണ്? ഗ്രാം മോൾ എന്നാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 32 ഡിവൈഡ് ബൈ 16 ആണ്. അറ്റോമിക് മാസ് എത്രയാ? 16, ഈക്വൽ എത്രയാ? 2 ഗ്രാം ആറ്റം ആണ്. ഇതാണ് അവിടുത്തെ പ്രത്യേകത. നമുക്ക് ഈ ചാപ്റ്ററിലെ ചില പ്രോബ്ലങ്ങളിലൂടെ കടന്നു. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഇൻ 24 ഗ്രാം ഓഫ് കാർബൺ. 24 ഗ്രാം കാർബണിൽ എത്ര ഗ്രാം ആറ്റം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്പർ ഓഫ് ഗ്രാം ആറ്റം എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം. വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ എന്താണ്? ഗ്രാം അറ്റോമിക് മാസ്. തന്നിരിക്കുന്ന വെയിറ്റ് എത്രയാണ്? 24 ആണ്. ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? കാർബണിന്റെ 12 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 2 ഗ്രാം ആറ്റം. എത്ര കിട്ടുക? 2 ഗ്രാം ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.5 ഗ്രാം ഓഫ് കാൽസ്യം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.5 ഗ്രാം ആറ്റം ഓഫ് കാൽസ്യം. അറ്റോമിക് മാസ് എത്രയാണ്? 40 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു എന്താണ് വരിക? വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ എന്താണ്? ഗ്രാം അറ്റോമിക് മാസ്. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.5 ഗ്രാം ആറ്റം ഓഫ് കാൽസ്യം. 1.5 ഗ്രാം ആറ്റം ഓഫ് കാൽസ്യത്തിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ആണ് നമ്മൾ കാണുന്നത്. എന്താണ് കാണേണ്ടത്? വെയിറ്റ് ഇൻ ഗ്രാം. അപ്പോൾ എന്താ വരിക? 1.5 ഈക്വൽ ടു 1.5 ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 40. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 1.5 ഇൻറ്റു 40 ഈക്വൽ എത്ര കിട്ടുക? 60 ഗ്രാം. അപ്പം 60 ഗ്രാം കാൽസ്യമാണ് എന്ത് വരിക? 1.5 ഗ്രാം ആറ്റം വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഇൻ 2.8 ഗ്രാം ഓഫ് oxygen, atomic mass is 16. Number of gram atom is equal to weight in gram 2.8 divided by 3 ആണ് 60. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക.
നോക്കൂ, ഇനി കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഇൻ 52 gram ഓഫ് ഹീലിയം. നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം എത്രയാണ്? 52. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 4 ആണ്. 52 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് കിട്ടുക? 52 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 13 ആണ് കിട്ടുക. ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് വാട്ടർ. ഒരു മോൾ വാട്ടറിന്റെ മാസ് എത്രയാണ്? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 gram ആണ്. അപ്പൊ നോക്കൂ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ എന്തായിരുന്നു? ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പം 1 മോൾ ഇസ് ഈക്വൽ ടു, ഒരു മോളിന്റെ വെയിറ്റിലേക്ക് കണ്ടപ്പോൾ നമ്പർ ഓഫ് മോൾ എത്രയാ? 1 ഇസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ എത്രയാണ്? 18. അപ്പൊ എത്ര കിട്ടും? 1 into 18 18 ആണ് കിട്ടുക. അപ്പം ഒരു മോൾ വാട്ടറിന്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഇൻ ഗ്രാം ഈസ് ഈക്വൽ എത്രയാണ്? 18 gram ആണ്. എത്രയാണ്? 18 gram. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 1 gram ഓഫ് വാട്ടർ? 1 gram വാട്ടറിന്റെ അകത്ത് എത്ര മോളിക്യൂൾ ഉണ്ട് എന്നാണ്. മോളിക്യൂൾ ആണ് ചോദിച്ചത്. അപ്പോൾ 1 മോൾ ആണെങ്കിൽ നമുക്ക് പറയാം അവഗാഡ്രോ നമ്പർ ആണെന്ന്. അപ്പൊ ഇവിടെ എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കുക. എത്ര മോൾ ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കത് പറയാൻ വേണ്ടി വരും. നമ്പർ ഓഫ് മോൾ എത്ര കിട്ടുക? 1 ഡിവൈഡഡ് ബൈ 18 gram എത്രയാണ്? 1 ഡിവൈഡ് ബൈ എത്രയാണ്? 18. 1 ഡിവൈഡ് ബൈ 18 എത്രയാണെന്ന് നോക്കുക. 1 ഡിവൈഡ് ബൈ 18 എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 18 അതാണ് നമ്പർ ഓഫ് മോൾ. 1 ഡിവൈഡ് ബൈ 18 ഇസ് ഈക്വൽ ടു 0.055. ഇത്രയും മോളാണ് കിട്ടുക. അപ്പം ഇത്രയും മോളാണ്, മോളിക്യൂൾ അല്ലേ. 1 മോൾ ആയിരുന്നെങ്കിൽ അവഗാഡ്രോ നമ്പർ. അപ്പം ഈ മോളിൻ്റെ അകത്ത് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് molecules of water is equal to 0.055 into 6.022 into 10 raised to 23. ഇത് എത്രയാണ് കിട്ടുക? 3.3 into 10 raised to 23 വാട്ടർ. ഇത്രയും വാട്ടർ, 1 gram വാട്ടറിൻ്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം നിങ്ങൾ നോക്കണം. 3.3121 into 10 raised to 23. അടുത്ത നോക്കൂ, കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് 0.5 മോൾ ഓഫ് NaCl. NaClന്റെ എന്ത് തന്നിട്ടില്ല? മോളിക്കുലാർ മാസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഫോർമുല മാസ് കാണുന്ന പഠിച്ചില്ലേ? അപ്പൊ എത്ര വരിക? 23. സോഡിയം. ക്ലോറിൻ എത്രയാ? 35.5 is equal to 58.5. ഇതാണ് അതിന്റെ മോളിക്കുലാർ മാസ്. അപ്പം എന്താണ് കാണേണ്ടത്? വെയിറ്റ് ആണ് കാണേണ്ടത് അല്ലെ. നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ആരാണ്? ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. എത്രയാണ്? ഗ്രാം മോളിക്കുലാർ മാസ് 58.5. 50. അപ്പം എത്ര കിട്ടും? വെയിറ്റ് ഇസ് ഈക്വൽ ടു 0.5 into 58.5. അത് എത്രയാണോ കിട്ടുന്നത് അത്രയും. എത്ര ഉണ്ടാവും? 29.25 ഉണ്ടാവും. 29.25 gram. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഹൗ മെനി നമ്പർ ഓഫ് മോൾസ് ആർ പ്രസന്റ് ഇൻ 44.8 liter? ഹൗ മെനി നമ്പർ ഓഫ് മോൾസ് ആർ പ്രസന്റ് ഇൻ 44.8 liter and 11,200 ml of CO2. അപ്പോൾ നോക്കൂ, വോളിയം തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം എത്രയാണ്? 44.8 ഡിവൈഡഡ് ബൈ 22.4 ഇസ് ഈക്വൽ ടു 2 മോൾ കിട്ടും. തന്നിരിക്കുന്ന വോളിയത്തിന് എന്തുകൊണ്ട് നമ്മളെ മോളാർ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെങ്കിൽ ഇവിടെ ml ആണ് തന്നിരിക്കുന്നത്. അപ്പം 22.4 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 22,400 എന്താണ്? ml ആണ്. 22,400 ആണ്. സോറി, ഒരു പുതിയ അധ്യായം. 22,400 ml ആണ്. അപ്പൊ ml തന്നാൽ എങ്ങനെയാ നമ്പർ ഓഫ് മോൾ കാണുക? നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ തന്നിരിക്കുന്ന വോളിയം ml ആയിക്കോട്ടെ എത്രയായിരുന്നു? 11,200 ഡിവൈഡഡ് ബൈ
22,400 ഈക്വൽ എത്ര കിട്ടും 0.5 മോൾ. എത്ര കിട്ടുക 0.5 മോൾ. നോക്കൂ 6.022 into 10 raised to 22 molecule of O2 is dash mole. ഇപ്പൊ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 into 10 raised to 23 ആണ്. ഇതാണ് 1 മോൾ. അപ്പൊ ഇത്രയും മോളിക്യൂൾസ്, ഇത്രയും ഓക്സിജൻ മോളിക്യൂൾസ് എന്നാൽ എത്രയാണ്, എത്ര മോളാണ്? അപ്പം എങ്ങനെയാണ് തന്നിരിക്കുന്ന പാർട്ടിക്കിളിന്റെ നമ്പർ ഓഫ് മോൾ is equal to തന്നിരിക്കുന്ന പാർട്ടിക്കിളിന്റെ എണ്ണം 6.022 into 10 raised to 22 divided by 6.022 into 10 raised to 23 equal to ഇത് ക്യാൻസൽ ആയി പോയി. അപ്പൊ എത്രയാ ആൻസർ 1/10 തരും. ഇപ്പൊ എത്ര കിട്ടുക 0.1 മോൾ ആണ് കിട്ടുക. എത്രയാണ് 0.1 മോൾ കിട്ടും. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. How many number of oxygen molecules are present in 48 gram of oxygen? എത്ര ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമ്പർ ഓഫ് മോൾ കാണുക. ആദ്യം നമ്പർ ഓഫ് മോൾ is equal to തന്നിരിക്കുന്ന വെയിറ്റ് 48 ഡിവൈഡ് ബൈ ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയായിരുന്നു 32. അപ്പൊ ആൻസർ എത്ര കിട്ടി 1.5 മോൾ. മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാ കാണുക? നമ്പർ ഓഫ് മോളിക്യൂൾ is equal to number of mole into Avogadro number 1.5 into n 1.5 into 6.022 into 10 raised to 23. ഇത് ചെയ്താൽ എത്ര കിട്ടുക 9.033 into 10 raised to 23. ഇത്രയും ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും. How many number of molecules are present in 8 gram of CO2? ഇപ്പം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോൾ കാണുക. നമ്പർ ഓഫ് മോൾ എങ്ങനെയാ കാണുക? 8 ഡിവൈഡഡ് ബൈ 44. എത്ര ഉണ്ടാവും? 8 ഡിവൈഡഡ് ബൈ 44 ചെയ്ത് നോക്കുക. എത്ര മോളാണ് കിട്ടുക? 8 ഡിവൈഡഡ് ബൈ 44 എത്ര മോൾ കിട്ടും? 0.18 മോൾ കിട്ടും. എത്ര കിട്ടും? 0.18. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 0.18 into 6.022 into 10 raised to 23. How many number of oxygen atoms are present in 48 gram of oxygen? Number of oxygen atom ആണല്ലോ ചോദിച്ചത്. നമ്പർ ഓഫ് ആരെ കാണുക? ഗ്രാം ആറ്റം കാണുക. 48 ഡിവൈഡഡ് ബൈ 16 അത് എത്രയാണ്? 3 ആണ് ആൻസർ. 3 ഗ്രാം ആറ്റം ആണ്. അപ്പൊ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം ആറ്റം എത്രയാണ്? 3 into 6.022 into 10 raised to 23. അത് എത്രയാണോ കിട്ടുന്നത് അത്രയും ഉണ്ടാവും. How many N2 molecules are present in 28 gram of N2? 28 ഗ്രാം അകത്ത് എത്ര N2 നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്? അപ്പൊ നമ്പർ ഓഫ് മോൾ കാണുക. നമ്പർ ഓഫ് മോൾ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾ is equal to 28 ഡിവൈഡഡ് ബൈ നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 28 ആണ്. അപ്പൊ എത്രയാണ്? 1 ആണ്. അപ്പൊ എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവും. അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വെയിറ്റ് ഓഫ് കാൽസ്യം കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ 3.2 gram ഓഫ് സൾഫർ? 3.2 gram ഓഫ് സൾഫറിൻ്റെ അകത്ത് ഉള്ള അത്രയും സൾഫർ ആറ്റങ്ങൾക്ക് തുല്യമായി കാൽസ്യം ആറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ എത്ര ഗ്രാം കാൽസ്യം വേണം? അപ്പൊ നോക്കൂ, നമ്മൾ ഇതിൻ്റെ അകത്ത് എത്ര സൾഫർ ആറ്റം ഉണ്ട് നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് നമ്പർ ഓഫ് ഗ്രാം ആറ്റം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ആറ്റം എത്ര വരിക? 3.2 ഡിവൈഡഡ് ബൈ സൾഫറിന്റെ എത്രയാണ്? അറ്റോമിക് വെയിറ്റ് 32 ഈക്വൽ എത്ര വരിക? 0.1. 0.1 എന്താണ്? ഗ്രാം ആറ്റം. 0.1 ഗ്രാം ആറ്റം. ഇതിൻ്റെ അകത്ത് എത്ര സൾഫർ ആറ്റം ഉണ്ട്? 0.1 into അവഗാഡ്രോ നമ്പർ ഉണ്ട്. അപ്പൊ അത്രയും തന്നെ കാൽസ്യം ആറ്റം വേണമെങ്കിൽ എത്ര വേണം? അപ്പോൾ അതിന്റെ കാൽസ്യത്തിന്റെയും ഗ്രാം ആറ്റം 0.1 തന്നെയായിരിക്കുമല്ലോ. അപ്പൊ എന്താ 0.1 is equal to weight in gram divided by എന്ത് വരും? 40. കാൽസ്യത്തിന് അറ്റോമിക് വെയിറ്റ് 40 അല്ലേ? അപ്പൊ എത്ര വെയിറ്റ് വേണം? 0.1 into 40 is equal to 4 gram. 4 gram കാൽസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര കാൽസ്യം ആറ്റം ഉണ്ടോ അത്ര തന്നെ
സൾഫർ ആറ്റം ഉണ്ടാവും എന്തിൻ്റെ അകത്ത് 3.2 gram ഓഫ് സൾഫറിൻ്റെ അകത്ത് ഫ്രം അടുത്ത ക്വസ്റ്റ്യൻ 200 milligram of carbon dioxide 1.21 into 10 raised to 21 molecules of CO2 is removed. How many molecules of carbon dioxide is left? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസിനെ ഗ്രാമിലേക്ക് ആക്കണം 200 divided by 100 is equal to 2 gram ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം നമ്പർ ഓഫ് മോൾ കാണണം ആദ്യം നമ്പർ ഓഫ് മോൾ is equal to വരിക 2 divided by ആര് വരും 44 എന്താണ് വരിക 2 divided by 44 is equal to 2 divided by 44 എത്രയാണ് വരുന്നത് നോക്കുക 2 divided by 44 is equal to 0.045 മോൾ എത്രയാണ് 0.045 മോൾ ആണ് വരിക ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് നമ്പർ ഓഫ് CO2 molecule is equal to 0.045 into 6.022 into 10 raised to 23 ഇത് എത്രയാണ് വരിക 2.7 into 10 raised to 22 ഉണ്ടാവും ഇതിൻ്റെ അകത്തു നിന്നാണ് ആരെ മൈനസ് ചെയ്യേണ്ടത് 1 into 10 raised to 21 number of CO2 molecules left ബാക്കിയുള്ള എത്ര വരിക 2.7 into 10 raised to 22 minus 1 into 10 raised to 21 is equal to എത്ര ഉണ്ടാവുക 2.6 into 10 raised to 22 അപ്പോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ 1 into 10 raised to 21നെ 0.1 into എന്താക്കുന്നു 10 raised to 22 0.1 2.7 നിന്ന് 0.1 കുറച്ച് എത്ര കിട്ടുക 2.6 ഓക്കെ മനസ്സിലായില്ലേ ഈ പവർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പഠിച്ചാണല്ലോ